ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 21 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. ചിത്രം രണ്ടാമത്തെ ചൊവ്വാഴ്ച കൂടിയ 13ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ ഞായറാഴ്ച വരെയുള്ള 11 ദിവസത്തെ വിശദമായ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം കേരളത്തിൽ 76,40,00,000 രൂപയാണ് ആദ്യ 11 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 11 ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത് 35,80,00,000 രൂപയാണ്. അങ്ങനെ ഞായറാഴ്ച വരെയുള്ള 11 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി 112,20,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് GCC മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാത്രമായി $6.35 മില്യൺ സിനിമ കളക്ട് ചെയ്തത്. ടോട്ടൽ 11 ദിവസം കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നായി കളക്ട് ചെയ്തിരിക്കുന്നത് $11.21 മില്യൺ, അതായത് 107,30,00,000 രൂപയാണ്. അങ്ങനെ 11 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 219,50,00,000 രൂപയാണ് ദൃശ്യം 3 സ്വന്തമാക്കിയത്. ഇനി 12ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയിലേക്ക് വന്നാൽ കേരളത്തിൽ ഈ സിനിമ 2 കോടി റേഞ്ചിലാണ് നേടിയെടുത്തത്. അങ്ങനെ കേരളത്തിൽ 12 ദിവസം കൊണ്ട് 78,40,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത് 3 കോടി രൂപയാണ്. അങ്ങനെ 222,50,00,000 രൂപയാണ് 12 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ദൃശ്യം 3 സ്വന്തമാക്കിയിട്ടുള്ളത്. മെയ് 28 വ്യാഴാഴ്ച തിരക്കഥ മികച്ച അഭിപ്രായം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് ബ്ലാസ്റ്റ്. നവാഗതനായ സുഭാഷ് കെ രാജ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അർജുൻ അഭിരാമി, പ്രീതി മുകുന്ദൻ, അർജുൻ ചിദംബരം, ജോൺ കൊക്കൺ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ചിത്രം 6ാം ദിവസം കൂടിയ ആദ്യ ചൊവ്വാഴ്ചയിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. 5ാം ദിവസമായ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ മികച്ച കളക്ഷൻ, അതായത് നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമുള്ള ഒരു കളക്ഷനാണ് ഇന്നലെ നേടിയെടുത്തത്. ഇന്നലെ കേരള കളക്ഷനായി 1 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിച്ചതെങ്കിൽ നിലവിൽ ഇന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 1,30,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. അങ്ങനെ 5 ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ സിനിമ നേടിയെടുത്തത് 3,95,00,000 രൂപയായിരുന്നു. തമിഴ്നാട്ടിൽ ഇന്നലെ കളക്ട് ചെയ്തത് 2,20,00,000 രൂപയായിരുന്നു. അങ്ങനെ 5 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 11,50,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി 4 കോടി കളക്ട് ചെയ്ത ഈ സിനിമ ഇന്നലെ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത് 4,50,00,000 രൂപയുമായിരുന്നു. അങ്ങനെ ലോകമെമ്പാടുമായി ആദ്യ 5 ദിവസം പിന്നിടുമ്പോൾ 27 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. മെയ് 28 വ്യാഴാഴ്ച ഈദ് റിലീസായി തിരക്കഥ പരാജയം ഏറ്റുവാങ്ങി കഴിഞ്ഞ മലയാള സിനിമയാണ് കാട്ടാളൻ. ആന്റണി വർഗീസ് പെപ്പെ നായകനായി പോൾ ജോർജ് സംവിധാനം ചെയ്ത ഈ സിനിമ വമ്പൻ വീഴ്ചയാണ് വീണിരിക്കുന്നത്. ഏകദേശം 45-50 കോടി ബഡ്ജറ്റിൽ തിയേറ്ററിലെത്തിയ ഈ സിനിമ ഞായറാഴ്ച വരെയുള്ള 4 ദിവസം കൊണ്ട് കേരളത്തിൽ ആകെ കൂടി നേടിയെടുത്തത് 5,27,00,000 രൂപയായിരുന്നു. 5ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയും വമ്പൻ വീഴ്ചയാണ് സിനിമയ്ക്ക് പറ്റിയത്. കേരളത്തിൽ ഇന്നലെ നേടിയെടുത്തത് വെറും 20,00,000 രൂപയാണ്. അങ്ങനെ 5,47,00,000 രൂപയാണ് ആദ്യ 5 ദിവസം കൊണ്ട് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ നിലവിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും 14,50,00,000 റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത് മെയ് 14 തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ മലയാള സിനിമയാണ് അതിരടി. ചിത്രം 19ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 24,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 19 ദിവസം കൊണ്ട് കേരള കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 36,32,00,000 രൂപയാണ്. വേൾഡ് വൈഡ് ഗ്രോസ് 68 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. നസ്ലിൻ നായകനെ അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്ത് ഈ വരുന്ന ജൂൺ 4 വ്യാഴാഴ്ച തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് മോളിവുഡ് ടൈംസ്. ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ്, രാജേഷ് മാധവൻ, അൽതാഫ് സലീം, ചന്തു സലിം കുമാർ, അലക്സാണ്ടർ പ്രശാന്ത് എന്നിങ്ങനെ നല്ലൊരു താരനിരയും ചിത്രത്തിലുണ്ട്. ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് രാമു സുനിലാണ്. സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ജേക്സ് ബിജോയിയുമാണ്. ഈ സിനിമയുടെ കേരളത്തിലെയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് വൈകിട്ട് 7 മണിയോടെ ആരംഭിക്കും എന്ന അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ജൂൺ 4 പാൻ ഇന്ത്യ റിലീസായി തിയേറ്ററിലെത്തുന്ന തെലുങ്ക് സിനിമയാണ് പെഡ്ഡി. ബുച്ചി ബാബുസേന സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ രാം ചരൺ, ശിവരാജ് കുമാർ, ജാൻവി കപൂർ, ജഗപതി ബാബു, ദിവ്യന്തു എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. അമേരിക്ക ഉൾപ്പെടെ ചുരുക്കം ചില വിദേശ രാജ്യങ്ങളിൽ ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ഇന്ത്യയിലെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെ തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത്. ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെയോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം പ്രീമിയർ ഷോ ഉൾപ്പെടെ പ്രീസെയിലായി സിനിമയ്ക്ക് നിലവിൽ 4,90,00,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.